അല്ലയോ കൂട്ടുകാരെ, നമുക്കൊന്നൊരു ഹലുവ ഉണ്ടാക്കി നോക്കിയാലോ? എന്തുകൊണ്ടാണ് ഉണ്ടാക്കണമെന്നറിയോ? ചക്കക്കുരു കൊണ്ടാണ് ഉണ്ടാക്കണത്. അപ്പോൾ നിങ്ങൾ കുട്ടീൻ്റെ അറിയില്ല, ചക്കക്കുരു കൊണ്ട് ഹലുവ ഉണ്ടാക്കാം, കേക്ക് ഉണ്ടാക്കാം. അപ്പോൾ അതിനെന്താ വേണ്ട വെച്ചാൽ ചക്കക്കുരു, കോൺഫ്ലോർ, പിന്നെ നെയ്യ്, കപ്പലണ്ടി, വെളുത്ത എള്ള്, അണ്ടിപ്പരിപ്പ്, മുന്തിരി. അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി. അപ്പോൾ അത് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ചക്കക്കുരു തോല് കളഞ്ഞ് വേവിക്കുക. വേവിച്ചിട്ട് നമ്മളത് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. എങ്ങനെ എടുക്കുക വെച്ചാൽ ശർക്കര നമ്മൾ ഉരുക്കി പാനിയാക്കുക. ഈ പാനി ശർക്കരപ്പാനി അതിലൊഴിച്ച് ചക്കക്കുരു നല്ലോണം അരച്ച് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് നമ്മൾ അടി കനമുള്ള ഉരുളിയോ അല്ലെങ്കിൽ ചീനച്ചട്ടിയോ എന്താ നല്ല അടി കനം വേണം, അല്ലെങ്കിൽ അടി പിടിക്കും. അത് ഉണ്ടാക്കിയിട്ട് നമ്മൾ അതിൽ നെയ്യ് ഒഴിക്കുക. നെയ്യ് ഒഴിച്ചിട്ട് നമ്മൾ ഈ ചക്കയും ചക്കക്കുരും എന്താ പറയുക ശർക്കരപ്പാനി കൂടി കൂട്ടി അരച്ച പേസ്റ്റ് അതിലിട്ടിട്ട് നല്ലോണം അടി പിടിക്കാണ്ട് ഇളക്കുക. ഇളക്കി കഴിഞ്ഞിട്ട് ഒന്ന് കുറുകി വരുമ്പോൾ നമ്മളതിലേക്ക് കോൺഫ്ലോർ കലക്കി ഒഴിക്കുക. ഒരു 3 വലിയ ടീസ്പൂൺ എടുത്തതിന് കാരണം ഞങ്ങൾ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് നല്ലോണം വേണിച്ചിട്ട് വലിയ 3 സ്പൂൺ എടുത്തു. ചക്കക്കുരു അതെ എല്ലാം അളവിനനുസരിച്ച് നമുക്ക് എത്ര ആൾക്കാരും അതിനനുസരിച്ച് നമുക്ക് അളവ് വ്യത്യാസങ്ങൾ വരും. വലിയ 3 സ്പൂണിന് വലിയ കയ്യിൽ പോലത്തെ സ്പൂണിൽ 3 സ്പൂണ് കോൺഫ്ലോർ ഇട്ട് നമ്മൾ കലക്കി വയ്ക്കുക. തരിയില്ലാണ്ട് കലങ്ങരുത്, കട്ട ഉണ്ടാവാൻ പാടില്ല. അരച്ചിട്ട് നമ്മൾ ഈ അടുപ്പത്തിട്ട് വരട്ടനയിലേക്ക് ഇടുക, ഒഴിച്ചതിന് ശേഷം അതും തന്നെ അതേമാതിരി നല്ലോണം ഇളക്കി കൊണ്ടേയിരിക്കണം. ഇളക്കിയില്ലെങ്കിൽ അടി പിടിക്കും. അങ്ങനെ നല്ലോണം ഇളക്കി ഇടയ്ക്ക് നമ്മൾ അങ്ങനെ അടി പിടിക്കണമെന്ന് തോന്നുക വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ഇത്തിരി നെയ്യ് ഒഴിച്ചാൽ മതി. നെയ്യ് ഒഴിച്ച് നല്ലോണം ഇളക്കി നല്ലോണം ഇങ്ങനെ ചട്ടിയിൽ നിന്ന് അല്ലെങ്കിൽ ഉരുളിയിൽ നിന്നൊക്കെ ഇങ്ങനെ പോരാറാകുമ്പോൾ നമ്മളത് അതിലേക്ക് കപ്പലണ്ടി തോലില്ലാത്ത കപ്പലണ്ടി നമ്മൾ ഒന്നും ഇങ്ങോട്ട് ക്രഷ് ചെയ്ത് വെക്കുക. തരി കടിക്കാൻ വേണം. അതും പിന്നെ വെളുത്ത എള്ള് ലാസ്റ്റ് മതി. അത് കൂട്ടിയിട്ട് ഒന്ന് ഇളക്കിയിട്ട് നമ്മളിങ്ങനെ ഒന്ന് കുഴമ്പ് രൂപത്തിൽ ഇങ്ങനെ ചട്ടിയിൽ നിന്ന് പോരും ചെയ്യും. ആ രൂപത്തിലാക്കുമ്പോൾ നമ്മൾ വാങ്ങി വെച്ചിട്ട് നമ്മൾ ഏതിൽ പാത്രത്തിൽ നമ്മൾ ആക്കണമെന്ന് വെച്ചാൽ ഞാൻ കിണ്ണത്തിലാക്കിയിരിക്കണം കേട്ടോ. 3 കിണ്ണത്തിലാക്കേണ്ടി വന്നു. കാരണം ഒരു കുട്ടിക്ക് സ്കൂളിൽ ചക്ക കൊണ്ട് വിഭവങ്ങൾ ഉണ്ടാക്കണം. അപ്പോൾ അതുകൊണ്ട് എന്തൊക്കെയാണ്, അപ്പോൾ ആ ചക്ക അലുവയും ചക്ക കേക്കും രണ്ടും ഉണ്ടാക്കിയതാണ്. അപ്പോൾ രണ്ടും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഇന്നലെ. അത് ഉണ്ടാക്കിയതിന് ശേഷം നമ്മളെടുത്തിട്ട് അതിൻ്റെ മുകളിൽ വെളുത്ത എള്ള് വിതറി കൊടുക്കുക. എന്നിട്ട് അതൊന്ന് തണുക്കാനായിട്ട് വയ്ക്കുക. നല്ലോണം തണുക്കുമ്പോൾ നമ്മൾ ആക്കണ പാത്രമല്ലേ, അത് നല്ലോണം വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നെയ്യോ ഇട്ടിട്ട് നല്ലോണം അടിയൊക്കെ തുടച്ച് കൊടുത്ത് അതിലേക്ക് വേണം ഇടാൻ, നല്ല ഇത് എടുക്കാൻ കിട്ടുള്ളൂ. അങ്ങനെ എടുത്ത് നമ്മൾ അതിൻ്റെ മുകളിൽ വെളുത്ത എള്ള് വിതറി കൊടുക്കുക. അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും നമ്മളാദ്യം എന്താ പറയുക ചക്കക്കുരു നമ്മൾ വരട്ടിയതുണ്ടല്ലോ, അതിൻ്റെ ചോട്ടിൽ നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയൊക്കെ വെച്ച് കൊടുക്കുക. പിന്നെ വെളുത്ത എള്ളും വിതറി കൊടുക്കുക. എന്നിട്ട് നമ്മൾ തണുക്കുമ്പോൾ അതെടുത്തിട്ട് കഷ്ണമാക്കി എടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ഉണ്ടാക്കി നോക്കൂ, അടിപൊളിയാണ്, നല്ല രുചിയാണ്. തിന്നോരൊക്കെ പറഞ്ഞു നല്ലതായിട്ടുണ്ടെന്ന്. നിങ്ങളും ഉണ്ടാക്കി നോക്കൂ. അഭിപ്രായങ്ങൾ പറയുക, ലൈക്ക്, കമൻറ്റ്, ഷെയർ. ഓക്കെ, താങ്ക് യു. നമുക്കിന്നേ ചക്കക്കുരു കൊണ്ടൊരു ഹൽവ ഉണ്ടാക്കാം. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് വെച്ചാൽ ചക്കക്കുരു ഇതേമാതിരി തോല് കളഞ്ഞ് അടുപ്പത്തിട്ടൊന്ന് പുഴുങ്ങുക, വേവിച്ചിട്ട് ഇതിൽ ചുവന്ന തോലൊന്നും കളയണ്ട. എന്നിട്ട് അത് വേവിച്ചതിന് ശേഷം നമ്മൾ മിക്സിയിലൊന്ന് പേസ്റ്റാക്കി എടുക്കുക. അത് തയ്യാറാക്കുക. അതിന് ശേഷം കപ്പലണ്ടി, തോല് കളഞ്ഞ കപ്പലണ്ടിയാണത്, കടല എന്നൊക്കെ പറയും. അത് ഒന്ന് മിക്സിയിലിട്ട് ഒന്നും ഇങ്ങോട്ട് ഇതാക്കുക. ഒന്ന് ചെറുതായിട്ട് തരി വേണം, ഒന്നും ഇങ്ങോട്ട് കറക്കിയെടുക്കുക. അപ്പോൾ ചെറിയ തരിയാവും അത്. പിന്നെ നമുക്ക് വേണ്ടത് കോൺഫ്ലവറാണ്, പിന്നെ ശർക്കര, നെയ്യ്, ഇത്രയും സാധനങ്ങൾ നമുക്ക് വേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്കിതൊക്കെ ശർക്കര ഉരുക്കണം, പിന്നെ കോൺഫ്ലവർ അപ്പട്ടാൽ മതി, കപ്പലണ്ടി ഒന്ന് പൊടിക്കണം. അപ്പോൾ അത് പൊടിച്ച് നമുക്ക് കാണാം, വേവിച്ച് ഒന്ന് അരച്ച് പേസ്റ്റാക്കിയിട്ട് കാണാം. നമ്മൾ ചക്കക്കുരു മിക്സിയിലിട്ടു വെന്തതായിരിക്കും. ശർക്കരപ്പാനി ഒഴിക്കുകയാണ്. ശർക്കരപ്പാനി ഒഴിച്ചിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ട് നമുക്ക് കാണാം.
നമ്മൾ കപ്പലണ്ടി ഒന്ന് ക്രഷ് ചെയ്തെടുക്കാൻ വേണ്ടി മിക്സിയിലിടുന്നുണ്ട്. ഒന്ന് പൊടിയരുത്, ഒന്ന് ക്രഷ് ചെയ്താൽ മതി. തരി നമുക്ക് കടിക്കാൻ വേണം, ക്രഷ് ചെയ്യട്ടെ. അപ്പോൾ നമ്മൾ ഇത് കപ്പലണ്ടിയൊക്കെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ചക്കക്കുരു അടുപ്പത്ത് വെച്ചിട്ട് കാണാം, പേസ്റ്റ് ഇട്ടിട്ട്. അപ്പം നമ്മളിവിടെ ഉരുളി അടുപ്പത്ത് വെച്ചു. അതിലേക്ക് ഒരു 2 സ്പൂൺ, വലിയ സ്പൂൺ 2 സ്പൂൺ നെയ്യ് ഇടുക. നെയ്യ് മെൽട്ടായി കഴിഞ്ഞാൽ നമുക്ക് ചക്ക നമ്മൾ പേസ്റ്റ് രൂപത്തിൽ അരച്ചത് അതിലേക്ക് ഇടാം. അപ്പോൾ അതെ ചക്കയിലിടാണ്. നമ്മൾ ശർക്കരപ്പാനി കൂട്ടി അരച്ചതാണ്. അപ്പോൾ ഇനി കൈ വിടാണ്ട് നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം. ഒരിക്കലും കൈ വിടരുത്, അടി പിടിക്കും. അപ്പോൾ നല്ലോണം ഇളക്കിയിട്ട് നമുക്കിത് കഴിഞ്ഞിട്ട് വേണം. അപ്പോൾ നമ്മൾ ഇതിലേക്കുള്ള കോൺഫ്ലവറിന്ന് മെൽറ്റ് ചെയ്തെടുക്കണം, കലക്കിയെടുക്കണം. അപ്പോൾ അതിന് ഞാൻ വലിയ സ്പൂണിന് വലിയ സ്പൂൺ പറഞ്ഞാൽ കയ്യിലാട്ടോ, അത് ഒരു സ്പൂൺ 3 ഇത് നിറച്ച് എടുത്തിട്ട് കലക്കുക. ചക്കക്കുരു ശർക്കരപ്പാനി കൂട്ടി അരച്ചിട്ട് പകരം ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഓരുന്ന സമയത്ത് നമുക്കിനി കോൺഫ്ലവർ പിന്നെ കലക്കിയത് ഒഴിക്കാം. നമ്മൾ കൈ എടുക്കാണ്ട് അളക്കണം, അല്ലെങ്കിൽ കട്ടയാവും, അടി പിടിക്കും. ഈ കട്ട നമുക്ക് കുറക്കണം. ഇന്നെ കിട്ടില്ല കോൺഫ്ലവർ ഒന്ന് വെച്ച വെള്ളമൊക്കെ ഒന്ന് വറ്റി വെക്കണം. കൈ വിടാണ്ട് ഇളക്കണം, തീ കുറയ്ക്കണം. ഇനി ശർക്കരപ്പാനി ഒഴിക്കാൻ പോവുകയാണ്. നല്ലോണം ഇളക്കണം കേട്ടോ. ശർക്കരപ്പാനി നമ്മൾ ഒഴിച്ച് ഇനി കൈ വിടാണ്ട് ഇറക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും. അപ്പോൾ നമ്മളിവിടെ അണ്ടിപ്പരിപ്പൊന്ന് വറുത്തെടുക്കണം. ഒന്ന് ചുമക്കെ വറുക്കുക. ചുമക്കെ വറുക്കുക മതി കേട്ടോ. ഇനി നമുക്കിത് കോരാം. വറുത്ത് കോരുക, കൊണ്ടുവരുന്നത് നമ്മളിതിലേക്ക് മുന്തിരിങ്ങ ഇട്ടിട്ടൊന്ന് അപ്പോൾ മുന്തിരിങ്ങ ആയി. ഇതിലാണ് കേക്കല്ല ഹലുവ തയ്യാറാക്കണം വെച്ചാൽ അതിലേക്ക് നല്ലോണം നെയ്യ് പരട്ടിയിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടത് ആറായിട്ട് പിന്നെ ഭംഗിക്ക് വേണ്ടി നമ്മൾ അതിൻ്റെ അടിയിൽ മുന്തിരിങ്ങയും അണ്ടിപ്പരിപ്പും നട്ട്സ് എന്താ പിടിച്ചൊക്കെ ആവാട്ടോ ഒക്കെ വെച്ച് നമുക്ക് ഭംഗിക്ക് വേണ്ടി വെക്കണത് മുന്തിരി. നമുക്കിനി ഇതിലേക്ക് പകർത്തി വയ്ക്കാം. നമ്മളിത് ഇനി ഒന്ന് ആറാൻ വേണ്ടി വയ്ക്കുക. ആറിയതിന് ശേഷം നമുക്കിതിനെ കട്ട് ചെയ്ത് മുറിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ചക്കക്കുരു ഹലുവ റെഡിയായി. ഇനി അത് തണുത്തതിന് ശേഷം നമുക്ക് കാണാം.